സമാധാനം നമ്മോട് കൂടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവെന്നും വാണിടുന്നു, ഭൂതലമകിരം മോദിക്കട്ടെ, കൂരിരുളൊപ്പം വെൺമേഘവുമ നാഥനു ചുറ്റിലുമണി ചേരുന്നു, നീതിയിലും പരിശുദ്ധിയിലും ത്രോണോസവനോ സുസ്ഥിരമാക്കി, അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ, ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അതിനുശേഷം ഈശോ ഗലീലയ്ക്കെതിരെയുള്ള ഗെരസേനയുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടുന്ന് കരക്കിറങ്ങിയപ്പോൾ പിശാച് ബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്നും അവിടത്തെ സംഭവിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലെല്ലാ ശവക്കണ്ണകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. ഈശോയെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവർക്ക് മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, അങ്ങ് എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്നാൽ അവനിൽ നിന്ന് പുറത്തു പോകാൻ അശുദ്ധാത്മാവോട് യേശു കൽപ്പിച്ചു. പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലകളും കാൽവലങ്ങളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജനസ്ഥലത്തേക്ക് പിശാച് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. യേശു അവനോട് നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. ലഹിയോൻ എന്നവൻ പറഞ്ഞു. എന്നാൽ അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചിരുന്നു. പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുത് എന്ന് ആ പിശാചുക്കൾ അവിടത്തോട് യാചിച്ചു. വലിയൊരു പന്നിക്കൂട്ടം കുന്നിൻപുറത്ത് മെയ്യുന്നുണ്ടായിരുന്നു. ആ പന്നികളെ ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു. അവിടുന്ന് അനുവദിച്ചു. അപ്പൊ അവ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു. പന്നികൾ കിഴക്കാൻ തൂക്കായ തീരത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞെന്ന് മുങ്ങിച്ചെത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് പട്ടണത്തിലെ ഗ്രാമദേശങ്ങളിൽ വിവരം അറിയിച്ചു. സംഭവിച്ചെന്തെന്ന് കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിന്റെ അടുത്ത് വന്നു. പിശാചബാധയിൽ നിന്ന് വിമോചനായ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി. പിശാചബാധൻ എങ്ങനെ സുഖപ്പെട്ടു എന്ന് അത് കണ്ട ആളുകൾ അവരെ അറിയിച്ചു. തങ്ങളെ വിട്ടുപോകണമേ എന്ന് ഗനസേനയുടെ സമീപപ്രദേശങ്ങളിലെല്ലാവരും അവിടത്തോട് അപേക്ഷിച്ചു. കാരണം അവർ വളരെ പേരെ ഭയന്നിരുന്നു. അവിടുന്ന് വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു. പിശാച് ബാധ ഒഴിഞ്ഞ മനുഷ്യൻ അവന്റെ കൂടെ ഇരിക്കാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ദൈവം നിനക്ക് ചെയ്തെന്തെന്ന് അറിയിക്കുക. അവൻ പോയി ഈശോ തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. ജീവദായകമായ ഈ ദൈവത്തെ നമുക്ക് സമീപിക്കാം.
കൊച്ചു കൈവെള്ളയിൽ സ്വർഗ സമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാസ്പോജമേ, ഗോവിലിൻ യാത്രയിൽ എന്റെ ദിവ്യപാതേയമേ. ഹൃദയമൊരുക്കി ഞാൻ നാഥാണയോ, സർവം അർപ്പിക്കാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീതിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീതിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ചിരിച്ചിരിക്കും മതിലെന്നോ ഒടിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നരം കേടിക്കെടുത്തു നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. ചിരിച്ചിരിക്കും മതിലെന്നോ ഒടിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നരം കേട്ടിടത്തു നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലും വിശ്വസിക്കാത്ത
പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാളെ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാളെ ചെയ്യാൻ പോകുന്നു. അഭിഷേകം പകരണമേ, അഗ്നിനാള് പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിനാള് പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിനാവുകളെന്നേൽ പതിയണമേ, അഗ്നിനാവെ കരിയണമേ. അഭിഷേകം പകരണമേ, ആത്മാവെ കരിയണമേ, അഭിഷേകം പകരണമേ. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്ക് വെളിപ്പെടുത്താൻ. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്ക് വെളിപ്പെടുത്താൻ. തീ തുള്ളികത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീ ചുള്ളികത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. ആത്മാവെ കരിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവെ കരിയണമേ, അഭിഷേകം പകരണമേ. മലകൾ തിരുമുന്നിൽ ഉരുകും വണ്ണം നീ ആകാശം കേറിയിറങ്ങണമേ. മലകൾ തിരുമുന്നിൽ ഉരുകും വണ്ണം നീ ആകാശം കേറിയിറങ്ങണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാലെന്റെ ഉള്ളം നീ നിറയ്ക്കണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാലെന്റെ ഉള്ളം നീ നിറയ്ക്കണമേ. ആത്മാവെ കരിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവെ കരിയണമേ, അഭിഷേകം പകരണമേ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി പണ്ടു മോശമേല തീ പകർന്നു കൊടുത്തവനെ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി പണ്ടു മോശമേല തീ പകർന്നു കൊടുത്തവനെ. തീ പടുപ്പ് കത്തും പോലെ ഇറങ്ങണമേ, ആ തീയിൽ നിന്നും എന്നെ ഇന്നു വിളിക്കണമേ. തീ പടുപ്പ് കത്തും പോലെ ഇറങ്ങണമേ, ആ തീയിൽ നിന്നും എന്നെ ഇന്നു വിളിക്കണമേ. ആത്മാവെ കരിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവെ കരിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിനാള പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിനാള പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിനാവുകളെന്നെ പതിയണമേ, അഗ്നിനാവുകളെന്നെ പതിയണമേ. ആത്മാവെ കരിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവെ
കനിയണമേ അഭിഷേക